സാർ, ബീഹാറിൽ 4 ഉപതെരഞ്ഞെടുപ്പ്, അതിൽ 4 വിജയിച്ചു. ആസാമിൽ 4 വിജയിച്ചു. അതേസമയം രാജസ്ഥാനിലും യു പിയിലും 7 5 9 7 വിജയിച്ചു. മഹാരാഷ്ട്രയിലാണെങ്കിൽ ഒരു മഹാവിജയം, തൂത്തുവാരി. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് സാർ ശ്രദ്ധിച്ചായിരുന്നു. മോദി അതിഭീകരമായിട്ടുള്ള കോൺഫിഡൻസിലാണ്. ഭയങ്കരമായിട്ട് നരേന്ദ്രമോദി തിരിച്ചു വന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. നരേന്ദ്രമോദിയെ ഇനി തോൽപ്പിക്കാൻ ആവില്ല. 2029 ഇനിയുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ആട്ടാപ്പടലം തൂത്തുവാരും എന്നുള്ള വലിയ രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ പാർലമെന്റിൽ മോദിയുടെ ഒരു ഗംഭീരമായിട്ടുള്ള പ്രസംഗം ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് അതിഭീകരമായിട്ട് ഈ വഖഫ് ബില്ലെല്ലാം ഞങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള രീതിയിൽ മോദി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ജനങ്ങൾ തള്ളിയവർ പാർലമെന്റിനെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഒരു പഴയ കാലത്തൊരു പ്രതാപമുണ്ടല്ലോ, ആ പ്രതാപത്തിലേക്ക് മോദി തിരിച്ചെത്തിയെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു പ്രതാപത്തിലേക്ക് നരേന്ദ്രമോദി തിരിച്ചെത്തിയോ? മോഡി എവിടെയും പോയിട്ടില്ലല്ലോ. പോയിട്ട് വേണമല്ലോ തിരിച്ചെത്താൻ. ഉണ്ടാരോ വന്നിട്ടുണ്ട്. ഈ പെണ്ണ് അന്വേഷിച്ച് വന്ന സമയത്ത് ചെറുക്കൻ കള്ള് ഷോപ്പ് കയറുകയില്ല, ഇറങ്ങിയിട്ട് വേണ്ട കയറാൻ കേട്ടല്ലോ. ഫുൾട്ടേ അവിടെ കിടന്നു. അങ്ങനെ ഈ RSS നരേന്ദ്രമോദിയും തമ്മിൽ വലിയ രീതിയിലുള്ള ക്ലാഷസ് ഉണ്ടായിരുന്നു, നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, അതാണ് കാര്യം. മോഡി എവിടെയും പോയിട്ടില്ല. മോഡി തന്നെ ബേസിക്കലി RSSന്റെ പ്രചാരകനാണ്, അല്ലെങ്കിൽ പ്രചാരകനായിരുന്നു. RSSന്റെ സ്വന്തമാണ്. ഇടയ്ക്ക് മോഡി എപ്പോഴോ മോഡി ആൻഡ് സിസ്റ്റം RSSനെ മറന്നു എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അതായിരുന്നു പ്രശ്നം. അതിൻ്റെ ഒരു പ്രശ്നം ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞാൽ മോഡിയുടെ ഒരു ബോഡി ലാംഗ്വേജിലുണ്ടായിരുന്നു. മുഖത്തൊരു പ്രസാദമൊന്നും ഉണ്ടായിരുന്നില്ല. അമിത്ഷാ ആണെങ്കിൽ ഒരുമാതിരി കുന്ത വീങ്ങിയ പോലെ ഇരിക്കുകയായിരുന്നു. അകപ്പാട് രാജ്നാഥ് സിംഗിന് മാത്രമാണ് മാറ്റമില്ലാതിരുന്നത്. അതിന് കാരണം വെച്ചാൽ RSSനെക്കാട്ടും വളരുന്നൊരു അവസ്ഥയിലേക്ക് അവർ രണ്ടുപേരും പോയ ഒന്ന് ഫീൽ ഉണ്ടായിരുന്നു. അവർക്ക് തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും നന്ദയ്ക്ക് ഉണ്ടായിരുന്നു, അത് നന്ദയുടെ വാക്കുകളിലുണ്ടായിരുന്നു. അത് RSS തിരുത്തി കൊടുത്തു. RSS പ്ലസ് മോഡിയാണ് മോഡി. ആ മോഡി എവിടെയും പോയിട്ടില്ല. RSS മൈനസ് മോഡി ആയിരുന്നു അന്ന് നമ്മൾ കണ്ടത്. അത് തിരിച്ച് അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. മഹാരാഷ്ട്രയിലെ വലിയ വിജയമാണോ നരേന്ദ്രമോദിയെ ഇപ്പോൾ ഇത്ര ഗംഭീരമായിട്ട്? മോദിയുടെ ബോഡി ലാംഗ്വേജ് മാറിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ. അല്ല, അത് ഇതാണ്. ആദ്യം RSS പ്ലസ് മോഡി ആയിരുന്നല്ലോ. ഇത് 2 വർഷം തുടർച്ചയായി വന്നപ്പോൾ മൂപ്പരാരൊക്കെ ഏത് മനുഷ്യനും സംഭവിക്കുമല്ലോ. ഞാനും കുറച്ച് സംഭവം തോന്നിപ്പോയിട്ടുണ്ട്. RSS നേരിട്ടൊന്നും പറഞ്ഞില്ല, പണി ഇത് കാണിച്ചു കൊടുത്തു. ഇപ്പോൾ RSS ബാക്ക് ഇൻ ആക്ഷനായി. അപ്പോൾ സ്വാഭാവികമായിട്ട് മൂപ്പര റിയലൈസ് ചെയ്യുന്നുണ്ടത്. ഇപ്പം അങ്ങനെയുള്ള പ്രസ്താവന ആരെയും വരുന്നില്ലല്ലോ. അല്ല, മോഹൻ ഭഗവത് ഒന്ന് ചെറുതായി പോവുകയും മോഡി അങ്ങ് വലുതായി പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. എന്നോട് അവർ RSS ആയിട്ട് ബന്ധപ്പെട്ട് അധികം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇൻഡയറക്റ്റ്ലി സൂചിപ്പിച്ചിരുന്നു. ഞാൻ പലപ്പോഴും RSSനെ പറ്റി RSS അല്ല, ഇപ്പോൾ മോഡിയാണ്. അപ്പോൾ മോഹൻ ഭഗവത് അങ്ങേതത്ത് വരെ കൺട്രോൾ ചെയ്യുന്നപ്പോൾ മോഡിയാണ്. എനിക്കതങ്ങ് അവിശ്വസനീയമായി തോന്നി. കാരണം നമ്മൾ RSSനെ മനസ്സിലാക്കിയതിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അത്. പക്ഷെ അങ്ങനെ ഇടയ്ക്ക് ഇപ്പോഴും സംഭവിച്ചിരുന്നു. അങ്ങനെ ഫീൽ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പൊതുസമൂഹം എപ്പോഴും ജയിക്കുന്നവൻ്റെ ഈ ലൈം ലൈറ്റ് നിറഞ്ഞു നിൽക്കുന്നവൻ്റെ പിന്നാലെ പോകും. ഇപ്പോൾ സന്ദീപ് വാര്യർ, സ്വരാജ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരൊക്കെ പിന്നാലെ ആളാണ്. ഈ ചാനലിലൊക്കെ വന്ന് വലിയ വർത്തമാനം പറയുന്നതൊക്കെ കൊണ്ടാണിത്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇടപെടുന്നുണ്ട്. പക്ഷെ പണിയെടുക്കുന്നത് ഈ ചാനലിലൊന്നും പോയത് പിണറായി വിജയനെ പോലെയുള്ള ആളുകളുണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിൽ. അവരാണ് ഈ പണിയെടുക്കുന്നത്. ഇപ്പോൾ RSSനാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരെ നമ്മളറിയണമെന്നില്ല, പക്ഷെ അവർ കൃത്യമായി ചിട്ടയെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചാലേ ഒരു സംഘടന തരുള്ളൂ, ഒരു പ്രസ്ഥാനം തരുള്ളൂ. അല്ലാതെ ഈ പറയുന്ന MP രാഘവനാരെ MP രാഘവൻ പോയ പാർട്ടിക്ക് എന്താ സംഭവിച്ചു? CPMനെ സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ BJP തന്നെ ഒരുപാട് പ്രമാദ് മഹാജനാരെ അദ്ദേഹം മരിച്ചിട്ട് BJPക്ക് എന്താ സംഭവിച്ചു? അപ്പോൾ അതുപോലെ തന്നെ ചില ആളുകൾ ഇപ്പം ഈ സന്ദീപ് വാര്യർ എനിക്ക് തോന്നുന്നില്ല അവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ലോക്കലി കൃഷ്ണകുമാറിനോട് കോർപ്പറേഷനിലുള്ള ചില ആളുകൾക്ക്, മെമ്പർമാരായ കൗൺസിലർമാർക്കൊക്കെ ചില പ്രശ്നങ്ങളായി ഈഗോയും ഒക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതാണ് പ്രശ്നം. ഈഗോ ഉണ്ട്, അസൂയുണ്ട്. പിന്നെ ചില ഈ കഴിഞ്ഞ തവണ ഈ മോഡി ആൻഡ് അമിത്ഷാക്ക് സംഭവിച്ച പോലെ പ്രസ്ഥാനത്തെക്കാട്ട് വലുതാണ് എന്ന് കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചില ആളുകൾക്ക് തോന്നിപ്പോയതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെയാണ് അത് കാരണം. അല്ലാതെ ഒരു വ്യക്തിക്കല്ല. വ്യക്തിക്ക് അങ്ങനെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. വ്യക്തി പറ്റും എന്ന് വെച്ചാൽ ഇപ്പോൾ K. സുധാകരൻ അയാൾ വലിയ ചാനൽ ചർച്ചയ്ക്ക് പോകുന്ന ആളൊന്നല്ല. താഴെത്തട്ട് ഈ ആരെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ പിണറായി വിജയന് പറ്റും, P. ജയരാജന് പറ്റും. MP രാഘവൻ ആദ്യ ഘട്ടത്തിൽ പറ്റില്ല, പക്ഷേ പാർട്ടിയുടെ തെറ്റിയപ്പം പറ്റിയില്ല. കാരണം അന്നത്തെ പാർട്ടിയുടെ സെറ്റപ്പ് അങ്ങനെയായിരുന്നു. ഇന്നത്തെ പാർട്ടിയുടെ സെറ്റപ്പ് കുറച്ചൊന്ന് വീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ P. ജയരാജന് പറ്റും. അത് വിചാരിച്ച് നിങ്ങൾ ഈ ചാനലിൽ വന്ന് വലിയ വർത്തമാനം പറയുന്ന ആളുകൾക്ക് പറ്റണമെന്നില്ല. അതാ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ ജനങ്ങളുടെ വോട്ടിനാണല്ലോ വില. ആ ജനങ്ങളെ അവരുടെ വോട്ടിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു സന്ദീപ് അങ്ങനെ ആളെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2029 ഞാൻ ഭരണത്തിൽ വരുമെന്ന് പറയുമ്പോൾ സാറ് അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പല ആൾക്കാരും പറയുന്നത്
ഇന്ത്യ മുന്നണിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ അവർ കാണിച്ചു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ എന്ത് തരത്തിലുള്ള തന്ത്രങ്ങളായിരിക്കും മെനയുക ഇറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പല ആൾക്കാരും ഇപ്പോൾ പറയുന്നത്, സാറിൻ്റെ ടേക്ക് എനിക്കറിയില്ല, ഇപ്പോൾ പറയുന്നത് നരേന്ദ്രമോദി, അതായത് BJPയുടെ ഫുൾ പൊട്ടൻഷ്യലാണ് ഇനി കാണാൻ പോകുന്നത്, ഒരു ന്യൂ നോർമലിലേക്ക് BJP കടക്കാൻ പോവുകയാണ് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ ഭരണത്തിൽ വരികയാണെങ്കിൽ, സപ്പോസ് വരില്ല എന്ന് സാർ പറഞ്ഞു, അതെന്താണെന്ന് എനിക്കറിയണം, വരില്ല എന്നല്ല, അത് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് 2029 വരികയാണെങ്കിൽ നരേന്ദ്രമോദി ആയിരിക്കും പ്രധാനമന്ത്രി. അല്ല, അത് മോഡി ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ മോഡി കുറച്ചു കാലം നിന്നിട്ട് ചിലപ്പോൾ ഈ ടൈമിൽ തന്നെ മൂപ്പര് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. കാരണം മോഡി ഈ പറയുന്ന പോലെ ആർഎസ്എസിൻ്റെ പ്രചാരം വാനപ്രസ്ഥത്തിനൊക്കെ സന്യാസം വാനപ്രസ്ഥ ആ ഘട്ടത്തെ അടക്കം സമയമായി. മൂപ്പര് 2 ടൈമാണ് ആഗ്രഹിച്ച്, 3 ടൈം ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ചേഞ്ച് വരാം. കാരണം ആർഎസ്എസ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവരും അവർ. അങ്ങനെയാണ് അഡ്വാനിയും വാജ്പേയിയും റീപ്ലേസ് ചെയ്തുകൊണ്ട് മോഡിയെ കൊണ്ടുവന്നത്. അല്ലെ പ്രമോദ് മഹാജനായിരുന്ന ഒരു പക്ഷേ അദ്ദേഹമായിരുന്നു വരും. ഞാൻ പറഞ്ഞത് BJP വരില്ല എന്നല്ല, 4 വർഷം എന്നൊക്കെ രാഷ്ട്രീയത്തിൽ ഒരുപാട് സമയമാണ്, മനസ്സിലായില്ലേ? രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ മാറാൻ 2 ആഴ്ച മതി. 2 ആഴ്ച കൊണ്ടാണ് ഉമ്മൻചാണ്ടി സാർ ജിഷയുടെ വിഷയം വന്നപ്പോൾ തോറ്റുപോയത്. കോൺഗ്രസ്സുകാർ വലിച്ചത് 2ാമതേ ഉള്ളൂ, ജിഷയുടെ വിഷയം ഒരു ഫാക്ടറായിരുന്നു. പിന്നെ മാത്രമല്ല കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് ഈ രീതിയിൽ ഒരു പിന്നോട്ടടി ഉണ്ടാവും ഞാൻ പ്രതീക്ഷയല്ല. BJPക്ക് ഒരു 300 സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചത്. കാരണം ആ രീതിയിൽ സെറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് RSS ആയിട്ട് ഒരു ഉടക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് സംഭവിക്കാം പൊളിറ്റിക്സിൽ, മനസ്സിലായി? പൊളിറ്റിക്സ് ഒരിക്കലും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളമല്ല. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈന പോലെ, അല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കും തൽക്കാലം ഇന്ത്യ. പക്ഷേ ഇപ്പോൾ ഒരു സെറ്റ് ബാക്ക് വന്നപ്പോൾ RSSന് ഒരു കുറ്റബോധം ഉണ്ടായി. RSS ഒരു കുറ്റബോധമില്ല. RSS ഈസ് വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഒരു വ്യക്തി പ്രസ്ഥാനത്തെ ഒരു ഘട്ടത്തിൽ ഇത് കൈവിട്ടു പോയി. ഇപ്പോൾ ഒരു കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് നമുക്ക് ഭരണം കിട്ടിയെന്ന് പറയാം. അത് നഷ്ടപ്പെട്ടു പോയി. RSS വിചാരിച്ച RSS വിചാരിച്ചിട്ടുള്ളൂ. അതായത് ഭരണം നഷ്ടപ്പെടരുത്, അതിനുള്ള പണിയാണ് എഴുതിയിരിക്കുന്നത്. ഭരണം നഷ്ടപ്പെടരുത് എന്ന ഒരു മെസ്സേജ് കൊടുക്കണം. ഇത്തവണ 300 സീറ്റ് BJP കിട്ടിയിരുന്നത് പിന്നെ RSS ഒരുപക്ഷെ നിഷ്പ്രഭമായി പോയി മോഡിയിലേക്കും വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും ഇത് സംഭവിച്ചിട്ടുണ്ട്. ശിവാജിക്ക് ശേഷം പേഷ്യകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഭരണം. എല്ലായിടത്തും റോമിൽ എന്താ സംഭവിച്ചത്? റോമിൽ അവിടെ സെനറ്റിനായിരുന്നു പ്രാധാന്യം. അതുകൊണ്ട് ജൂലിയസ് സീസറിനെ കുത്തിക്കൊന്നത്. അവസാനം എന്തായിരുന്നു? ഒക്ടോബിയനോടുകൂടെ കൂടി അഗസ്റ്റസ് സീസറിലേക്ക് ഇത് കേന്ദ്രീകരിക്കപ്പെടുകയും പിന്നെ അവിടെ ചക്രവർത്തി ഭരണമായിരുന്നു. പ്രസ്ഥാനം സെനറ്റൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ഇത് RSS സംബന്ധിച്ച് ഒരുപാട് പാഠങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അവർ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് പൊളിറ്റിക്കൽ ലക്ഷ്യം അവർക്ക് ഇമ്പോർട്ടൻസ് അല്ല. ഈ BJP അധികാരത്തിലല്ല, RSS പണി അവർ ചെയ്തോളൂ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നെങ്കിലും RSS അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റും തോന്നുന്നുണ്ടോ? പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവർ അത്രയും വലിയ വോട്ട് ബാങ്കാണ്, അത്രയും വലിയ ഇൻഫ്ലുവൻസ് ആണ് അവർക്ക്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന കേരളത്തിലാണ് കുറച്ച് സ്വാധീനമുള്ളത്. അവരെ അവഗണിച്ചുകൊണ്ട് ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് BJP ആയിട്ട് അന്തർധാര ഉണ്ടാക്കില്ലെന്നും പറയാൻ പറ്റില്ല. കാരണം അവന്മാർക്ക് നിന്ന് പോകണം എന്നുള്ളതുകൊണ്ട് അവർ BJP ഒരു RSS വരുമ്പോൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യക്തി കേന്ദ്രീകൃതമാകരുത് എന്ന് പാർട്ടിക്ക് നിർബന്ധമുണ്ട്, അത് സംഘടനയ്ക്ക് നിർബന്ധമുണ്ടായി. ഒരു പാർട്ടിയല്ലല്ലോ, സംഘടനയല്ല, ഓർഗനൈസേഷൻ. അവർക്ക് അത് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മെസ്സേജ് കൊടുത്തു. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന് പരമാവധി സീറ്റ് കൊടുത്തു. എൻ്റെ ഒരു പ്രചാരം തെറ്റിപ്പോയത് അങ്ങനെ. ഞാൻ വിചാരിച്ചു ഇവിടെ കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 400 സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് RSS CPMന് വോട്ട് ചെയ്ത് കോൺഗ്രസ് തോൽപ്പിക്കുന്നു. കേരളത്തെ സ്ട്രാറ്റജി ഡിഫറൻ്റ് ആയിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ എനിക്ക് മെസ്സേജും കിട്ടിയിട്ടുണ്ട്. മെസ്സേജ് എന്നല്ല, ഒരു സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായി എന്നോട് ഇന്ന ആളുകളാണ് ജയിക്കാൻ സാധിക്കുക. ഞാൻ ചോദിച്ചു അതെങ്ങനെ നിങ്ങൾ വോട്ട് ചെയ്യും? ചിരിച്ചത്. സംഭവം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലാണ് കോൺഗ്രസ് മാക്സിമം സീറ്റ് വരേണ്ടത്. അപ്പോൾ കോൺഗ്രസ് 100 സീറ്റിൽ എത്തിക്കാന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു. എങ്കിലാണ് അപ്പത്തൊരു ഷോക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മഹാരാഷ്ട്ര, UP RSS ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സ്ഥലം, RSS ജനിച്ച സ്ഥലം. ഇവിടെ RSS കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ബീഹാറിലാണ് ഈ പണി ഒപ്പിച്ചതെങ്കിൽ അത് ചിലപ്പോൾ തിരിച്ചു വരാൻ പാടായിരിക്കും. ഇത് കടിഞ്ഞാൻ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. മാത്രമല്ല ഈ പറയുന്ന യോഗേന്ദ്ര യാദവ് പറഞ്ഞ പോലെ നമ്മളൊക്കെ പറഞ്ഞതിനപ്പോൾ ആൻറ്റി മോഡി വികാരം ഉണ്ടായിരുന്നെങ്കിൽ അത് ബീഹാറിലായിരുന്നു വരേണ്ടത്. ബീഹാറിൽ വന്നിട്ടില്ല. ഹരിയാനയിൽ കുറച്ച് വന്നു. ബീഹാറിലായിരുന്നു വരേണ്ടിയിരുന്നു ഏറ്റവും നന്നായിട്ട്. അയാളതാ പറഞ്ഞത്. അതവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആൻറ്റി മോഡി ഫീലിംഗ് വരാൻ സാധ്യത ഏറ്റവും കുറഞ്ഞ സ്ഥലങ്ങളിലാണ്. ഒന്ന് മഹാരാഷ്ട്ര ആയിരുന്നു, ഒന്ന് UP ആയിരുന്നു. ഈ 2 സ്ഥലങ്ങളിലാണ് സീറ്റ് കുറഞ്ഞതാണ്. ക്ഷീണം ഉണ്ടായി. കേരളത്തിൽ കോൺഗ്രസിൻ്റെ സീറ്റ് അവർ നിലനിർത്തുകയും ചെയ്തു. കേരളത്തിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് തോൽക്കാൻ കാരണം വെച്ചാൽ ഈ അമിത്ഷാ മോഡിയും കൂടി കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി ഫീൽ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് RSSന്റെ പല കേന്ദ്രങ്ങളും വോട്ട് ചെയ്യാൻ ആളുകൾ പോയിട്ടില്ലായിരുന്നു. എന്നോട് സംഘത്തിന് വളരെ അടുപ്പമുള്ള ആളുകൾ വിളിച്ചു തന്നു. പക്കത്തിൽ സുരേഷ് ഗോപി ആയിരിക്കും, മറ്റേത് നീ നോക്കണ്ടെന്ന്. എന്നുവെച്ചാൽ സംഘത്തിന് ആളുകളെന്ന് വിചാരിക്കേണ്ട, സംഘവുമായി ക്ലോസ് ആയിട്ടിരിക്കുന്നത്. ഈ ധനുഷിനെയൊക്കെ പോലെ ആളുകൾ ഉണ്ടാവില്ല, അവർ അത്യാവശ്യം ഒരു ഇൻട്രോഡ്സ് ഉള്ള ആളുകൾ. അപ്പോൾ അവരെന്നോട് സുരേഷ് ഗോപി ആയിരിക്കും, മറ്റേ വലിയ ഉറപ്പില്ല. ഈ മഹാരാഷ്ട്രയിലെ വിജയം ഇപ്പോൾ ആരുടെ ക്രെഡിറ്റിലോട്ടാണ് പോകുന്നത്? മോദിയുടെ ക്രെഡിറ്റിലോട്ടാണോ RSSന്റെ ക്രെഡിറ്റിലോട്ടാണോ? ഇത് മഹാരാഷ്ട്രയിലെ RSS ഉറപ്പാണ്. RSS പ്ലസ് മോഡി. RSS
അപ്പോൾ RSS മോദിയും തമ്മിലുള്ള ആ ഒരു പഴയ ആ ഒരു വൈബ് തിരിച്ചെത്തി എന്നാണ് പ്രസ്ഥാനമാണ് വലുതെന്ന് മോഡി റിയലൈസ് ചെയ്തു. മോദി ഒരു സമയത്ത് മതിമറന്നു പോയെന്ന് തോന്നുന്നു. മോദി അല്ല, മോദി അമിത്ഷാ മതി പോകുമ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.